മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു പ്രെയർ ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയ വീഡിയോയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് പ്രെയർ ഡ്രസ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ്. ഒരു കൺഫ്യൂഷനും വേണ്ട, ഒരു സംശയവും വേണ്ട. ഒരു 4 മീറ്റർ മെറ്റീരിയൽ നിങ്ങൾ ആദ്യം കട്ട് ചെയ്ത് എടുക്കുക. ഫ്രണ്ട് പീസ് എത്രയാണ്, ഹെഡിന് ലെങ്ത് എത്ര എക്സ്ട്രാ ഇടണം, അല്ലെ ബാക്ക് പീസ് എത്ര വേണം, അങ്ങനെ നമ്മൾ തുണിയുടെ വിഡ്ത്ത് അറിഞ്ഞിട്ട് ബാക്ക് പീസ് എടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനും വേണ്ട. 4 മീറ്റർ മെറ്റീരിയൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. നമുക്ക് ഫ്രീ സൈസായിട്ടുള്ള ഒരു ജിൽബാബിൻ്റെ അളവാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ 4 മീറ്റർ ആദ്യമേ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു എഡ്ജ് 4ആയിട്ട് മടക്കിയിട്ടിട്ട് 1.5 ഇഞ്ച് വിഡ്ത്തിൽ ആദ്യം ഒരു മാർക്കിംഗ് കൊടുക്കുക. അപ്പോൾ 1.5 ഇഞ്ച് വിഡ്ത്തിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ആദ്യമേ. അത് നമുക്ക് തലയിൽ നമ്മൾ ഒരു ഇലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഫുൾ വിഡ്ത്തിലുള്ള അളവിൽ വേണ്ട കേട്ടോ. നമുക്കൊരു 24 അല്ലെങ്കിൽ 25 ഇഞ്ച് നീളത്തിന് അളന്നെടുത്തിട്ട് ബാക്കി ഭാഗം നമുക്ക് കളയാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അടിച്ച് മറിച്ചെടുത്തിട്ടാണ് ഇലാസ്റ്റിക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 15 ഇഞ്ച് നീളത്തിന് ഇലാസ്റ്റിക് എടുത്താൽ മതിയാകും. ബാക്കി വരുന്ന മെറ്റീരിയലിൽ നിന്ന് ഒരു 17.5 ഇഞ്ച് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. നമ്മുടെ സ്ലീവാണ് ഈ കട്ട് ചെയ്യുന്നത്. അപ്പോൾ 17.5 ഇഞ്ച് സ്ലീവ് കട്ട് ചെയ്ത് എടുക്കുക. പിന്നെ അതിൻ്റെ അടിമുകളും ഒരേ വിഡ്ത്തിലാണല്ലോ ഇരിക്കണേ. അപ്പോൾ അടിഭാഗം കുറച്ച് വിഡ്ത്ത് കുറച്ച് ഒരു 1.5 ഇഞ്ചൊക്കെ വിഡ്ത്ത് കുറച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മുകൾ ഭാഗം ഫുൾ വിഡ്ത്തിലും അടിഭാഗം കുറച്ച് വിഡ്ത്ത് കുറച്ചും കട്ട് ചെയ്യുക. മുകളിൽ കൈ ജോയിൻ ചെയ്യാൻ വേണ്ടി സെൻറ്റർ ഭാഗം കട്ടിട്ട് കൊടുക്കുക. ഇനി ഇത് വിടർത്തി എടുത്തിട്ട് നമുക്കിതിൻ്റെ അടി ഒന്ന് മടക്കി അടിച്ചു കൊടുത്ത് ഇതിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഈസി ആയിട്ട് മെഷർമെൻ്റ് ഒന്നും അറിയാത്തവർക്ക് പോലും കട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് ഒരൊറ്റ പീസാണ്. അതിൻ്റെ ഒരറ്റം എടുത്തിട്ട് മടക്കി അടിച്ച് എടുക്കുക. അപ്പം നമ്മുടെ മക്കനയുടെ ഭാഗമാണ് നമ്മൾ ഈ അടിക്കുന്നത്. അപ്പോൾ ഒരഡ്ജ് ഇതുപോലെ 2ആയിട്ട് മടക്കി അടിച്ച് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ മക്കനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഭാഗം. അപ്പം നമുക്ക് കൈയും തലയിലിടുന്ന ബാൻഡും കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഒറ്റ പീസ് ഉണ്ട്. അപ്പം നമ്മൾ അളവും കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇതുപോലെ എഡ്ജ് മടക്കി അടിച്ചെടുത്ത് തലയുടെ അളവെടുത്ത് അടിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് സൈഡ് ഒരുമിച്ച് വെച്ചിട്ടാണ് അടിഭാഗത്തു നിന്ന് ഫ്രണ്ട് പീസ് എടുത്ത് വെച്ച് കൊടുത്തിട്ടാണ് ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് വരുമ്പോൾ കയറ്റിറക്കം ഒന്നും വരില്ല. കറക്റ്റ് ഒട്ടും തുണി വേസ്റ്റ് ആവാതെ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കനയുടെ ഭാഗം അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ വിടർത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വളഞ്ഞു പൊളഞ്ഞൊന്നും പോവാതെ അരികു നോക്കി തന്നെ ഇതുപോലെ ഒരു എഡ്ജ് മടങ്ങിയോ ചുളുങ്ങിയൊന്നും പോകാതെ വെച്ചാൽ പൊളഞ്ഞു പോയി കഴിഞ്ഞാൽ അറ്റം മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ തന്നെ എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുത്ത് ഒന്ന് മടക്കി കൊടുത്ത് അതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ അടയാളപ്പെടുത്തി കട്ടിട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്തിട്ട് കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മക്കനയുടെ അടിഭാഗത്തേക്ക് അതിൻ്റെ സെൻറ്റർ തയ്യലുണ്ടല്ലോ, ആ തയ്യലിൻ്റെ 2 സൈഡിലേക്കും സെൻറ്റർ ആ തയ്യലിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് 2 സൈഡിലേക്കും സ്റ്റിച്ചാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തുണി ഒട്ടും വേസ്റ്റ് ആകാതെ കറക്റ്റ് ഫുൾ അളവിൽ തന്നെ നമുക്ക് ഈ നിസ്കാരക്കുപ്പായം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് 2ഉം ഒപ്പം പിടിച്ച് ഇതുപോലെ ഒന്ന് കുടഞ്ഞ് വിടർത്തിയെടുക്കുക. അപ്പം നമുക്കിങ്ങനെ മടക്കി ഫ്രണ്ടും ബാക്കും ഒപ്പം പിടിച്ച് താഴെ വരെ ഇങ്ങനെ പിടിച്ച് കുടഞ്ഞെടുത്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ അടിഭാഗം കിട്ടും. അപ്പോൾ ഇതിന് ശേഷമാണ് നമ്മൾ ഈ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നത്. ഇങ്ങനെ ഒപ്പം വെച്ചെടുത്തതിന് ശേഷം അടിഭാഗം കട്ട് ചെയ്ത് എടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് ഫ്രീ ആയിട്ടുള്ള സൈസിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം കിട്ടും. നമുക്ക് ഒരു ഒരിറ്റ് പോലും തുണി വേസ്റ്റായി പോകത്തില്ല. നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ അളവിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് കൂട്ടി അടിക്കുന്ന സമയത്ത് കയറ്റിറക്കമൊക്കെ വരും. അപ്പം നമുക്കത് ലെവൽ ചെയ്തൊക്കെ എടുക്കുമ്പം കുറച്ച് തുണി നമുക്ക് വേസ്റ്റായിട്ട് പോകും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും തുണി വേസ്റ്റായിട്ട് പോകത്തില്ല. അപ്പോൾ ഇതുപോലെ ഒപ്പം വെച്ച് കൊടുത്തതിന് ശേഷം
അടിഭാഗം നമുക്ക് കട്ടാക്കി സെപ്പറേറ്റ് ആക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ്, ഫ്രീ സൈസിൽ നമുക്കിത് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല ഇറക്കം നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് സ്ലീവ് സാധാ പോലെ തന്നെ സ്ലീവ് ചെയ്തെടുക്കുന്ന പോലെ 2 സൈഡിലേക്കും കോൺ വരുന്ന ഭാഗത്തുനിന്ന് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ സൈഡ് ജോയിൻ ചെയ്ത് അടിഭാഗം മടക്കിയടിച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഈ ജിൽബാബ് സ്റ്റിച്ച് ചെയ്യുന്ന ഫുൾ വീഡിയോ ഒക്കെ ഞാൻ വേറെ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.